വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന PV അൻവർ MLAക്ക് പറ്റിയ ഒരു ആന മണ്ടത്തരം അല്ലെങ്കിൽ ഒരു അതിബുദ്ധി ഉണ്ട്. അതെന്താണെന്ന് അറിയുന്നതിന് മുമ്പ് നമുക്ക് ഒരു പുസ്തകത്തെ പറ്റി അറിയണം. അത് ഒരു അമേരിക്കൻ എഴുത്തുകാരൻ റോബർട്ട് ഗ്രീൻ എഴുതിയ 48 ലോസ് ഓഫ് പവർ എന്ന പുസ്തകമാണ്. 1998-ലോ 99-ലോ മറ്റോ ആണ് അത് പ്രസിദ്ധീകരിക്കുന്നത്. ആ പുസ്തകം പ്രസിദ്ധീകരിച്ച ആദ്യ കാലത്ത് അമേരിക്കൻ ജയിലുകളിൽ നിരോധിച്ചിരുന്നു എന്നാണ് കേട്ടിട്ടുള്ളത്. അതിന് പല കാരണങ്ങളുമുണ്ട്. മനുഷ്യരുടെ ജീവിത വിജയത്തിനുതകുന്ന ഒരു 48 നിയമങ്ങളെ പ്രതിപാദിക്കുന്ന പ്രസിദ്ധമായ പുസ്തകമാണ് ഈ 48 ലോസ് ഓഫ് പവർ. ഈ പുസ്തകവും PV അൻവറുമായിട്ട് എന്താണ് ബന്ധം എന്ന് നിങ്ങൾ ചോദിച്ചേക്കാം. പറയാം, അത് വഴിയെ പറയാം. ഈ 48 നിയമങ്ങളും ഒറ്റയടിക്ക് ഒരു വീഡിയോയിൽ പറഞ്ഞു തീർക്കാൻ നമുക്ക് പ്രായോഗികമായ സമയത്തിൻ്റെ പരിമിതികളുണ്ട്. അതുകൊണ്ട് ഓരോ നിയമങ്ങളായി ഓരോ വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം. അത് നിങ്ങൾക്ക് സൗകര്യപ്രദവുമായിരിക്കും. അതുകൊണ്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഒന്ന് എനാബിൾ ചെയ്ത് വെച്ചോളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്കും ഉപകാരപ്പെടട്ടെ. ജീവിത വിജയം നേടുക എന്ന് പറഞ്ഞാൽ ജീവിതം സന്തോഷപൂർണ്ണമാക്കുക എന്നൊക്കെ തന്നെയാണ് എല്ലാവരുടെയും ലക്ഷ്യം. അപ്പോൾ ആ ലക്ഷ്യത്തിലേക്കുള്ള മാർഗങ്ങൾ തിരഞ്ഞെടുക്കുന്നതിലെ താളപ്പിഴകളോ അല്ലെങ്കിൽ സക്സസ്സോ ആയിരിക്കും ഇതിൽ വിധി നിർണ്ണയിക്കുക എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഈ പ്രസിദ്ധമായ പുസ്തകത്തിലെ ഒന്നാമത്തെ റൂള് അഥവാ നിയമം ഇങ്ങനെയാണ്: നെവർ ഔട്ട്ഷൈൻ ദി മാസ്റ്റർ. ഇതിൻ്റെ മലയാള പരിഭാഷ ഒരിക്കലും ഗുരുവിനെ അല്ലെങ്കിൽ ബോസിനെ മറികടക്കരുത് എന്നാണ്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്താണ് PV അൻവറിന് ഈ വിഷയവുമായിട്ടുള്ള ബന്ധം എന്നുള്ളത്. ഇനി അഥവാ മനസ്സിലായിട്ടെങ്കിൽ തുടർന്ന് പറയുന്ന കുറച്ച് കാര്യങ്ങളും കൂടെ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കത് കൂടുതൽ വ്യക്തത കൈവരും. മിക്കവാറും എല്ലാവർക്കും ഒരു ഗുരു ഉണ്ടായിരിക്കും. ഗുരുവിനേക്കാൾ കേമനാകണം എന്ന് തന്നെയായിരിക്കും എല്ലാവരുടെയും ആഗ്രഹം. എന്നാൽ ഈ ചിന്ത നിങ്ങളെ നാശത്തിലേക്കായിരിക്കും നയിക്കാനുള്ള സാധ്യത. ഗുരുവിനേക്കാൾ കേമനാകാൻ നിങ്ങൾ ശ്രമിക്കുന്നു എന്ന തോന്നൽ ഗുരുവിനുണ്ടായാൽ പിന്നീട് എന്തായിരിക്കും സംഭവിക്കുക എന്നൊന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഗുരു എന്നൊക്കെ ആധുനിക ഭാഷയിൽ പറഞ്ഞാൽ നമുക്ക് ബോസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം കേട്ടോ, അല്ലെങ്കിൽ സുപ്പീരിയർ. ഇപ്പോൾ ഈ പറഞ്ഞത് ഒരു പുതിയ കാര്യമൊന്നുമല്ല. നിങ്ങൾ ദ്രോണാചാര്യരെയും ഏകലവ്യൻ്റെയും കഥ കേട്ട് കാണുമല്ലോ. മഹാനായ ഗുരുദേവൻ ദ്രോണാചാര്യരെ രാജാക്കന്മാരുടെ മക്കൾക്ക്, രാജകുമാരന്മാർക്കൊക്കെ ആയുധവിദ്യ പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ അമ്പെയ്ത്ത് പഠിപ്പിക്കുന്ന മഹാനായ ഒരു ഗുരുവായിരുന്നു എന്നറിയാം. എന്നാൽ രാജകുമാരനല്ലാത്ത ഏകലവ്യന് അമ്പെയ്ത്ത് പഠിക്കണമെന്നുള്ള ആഗ്രഹം ഉണ്ടാവുകയും അത് നേരിട്ട് ആവശ്യപ്പെട്ടപ്പോൾ നടക്കില്ല എന്ന് ബോധ്യപ്പെട്ടപ്പോൾ ഒരു പ്രതിമയുണ്ടാക്കി, ദ്രോണാചാര്യരെ പ്രതിമയുണ്ടാക്കി. ആ പ്രതിമയ്ക്ക് മുന്നിൽ നിന്നുകൊണ്ട് അമ്പെയ്ത്ത് പഠിക്കുകയും അതിൽ അഗ്രഗണ്യനായി തീരുകയൊക്കെ ചെയ്തു. ആ വിവരറിഞ്ഞ ദ്രോണാചാര്യർ സന്തോഷം കൊണ്ടോ കോപം കൊണ്ടോ എന്താണെന്ന് നമുക്കറിയില്ല, ഗുരുദക്ഷിണ ചോദിച്ചത് ഏകലവ്യൻ്റെ വലത്തേ കൈയിലെ തള്ളവരലായിരുന്നു. അതിൻ്റെ അർത്ഥം എന്താ? ആ തള്ളവരലില്ലെങ്കിൽ അമ്പെയ്ത്തിൽ അദ്ദേഹത്തിന് വിജയിക്കാൻ സാധിക്കില്ല. അപ്പോൾ മനസ്സിലാക്കിക്കോളൂ, തൻ്റെ ഗുരുവിനേക്കാൾ വലിയനാകാൻ ശ്രമിച്ച ഏകലവ്യന് എന്താണ് സംഭവിച്ചത് എന്ന്. ഈ കഥയിലെ പൊരുൾ തന്നെയാണ് റോബർട്ട് ഗ്രീനിൻ്റെ 48 ലോസ് ഓഫ് പവർ എന്ന പുസ്തകത്തിലെ ആദ്യ നിയമവും. അപ്പോൾ പറഞ്ഞു വന്നത്, നിങ്ങൾ ഏത് മേഖലയിലെങ്കിലും ആവട്ടെ, നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ബോസിനേക്കാൾ അല്ലെങ്കിൽ മേലധികാരികളെക്കാൾ മിടുക്കനാകാൻ ശ്രമിക്കരുത്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന്, നിങ്ങളോട് ആരെങ്കിലും നിങ്ങളുടെ ബോസിൻ്റെ മുന്നിൽ വെച്ചിട്ട് നിങ്ങൾ ബോസിനേക്കാൾ മിടുക്കനാണെന്ന് നിങ്ങളോട് പറയുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ എന്താണ് പറയേണ്ടതെന്ന് വെച്ചാൽ, അതിലൊട്ടും അഹങ്കരിക്കാതെ വിനിയോന്നതനായി ഇങ്ങനെ പറഞ്ഞാൽ മതി: അതെൻ്റെ കഴിവുകൊണ്ടല്ല, ഈ എല്ലാ കഴിവുകളുടെയും ഉത്തരവാദി എൻ്റെ ബോസാണ്. ബോസിൻ്റെ ഒരു സപ്പോർട്ടില്ലായിരുന്നെങ്കിൽ എനിക്ക് ഈ നിലയിലെത്താനേ സാധിക്കില്ലായിരുന്നു എന്ന് പ്രത്യേകം പറയട്ടെ. ഈ വിധത്തിലായിരിക്കണം നിങ്ങൾ ബോസിൻ്റെ മുന്നിൽ വെച്ച് നിങ്ങളെ മറ്റാരെങ്കിലും പ്രശംസിക്കുകയാണെങ്കിൽ പറയേണ്ടത്. അതായത് തൻ്റെ എല്ലാ സക്സസിൻ്റെയും പുറകിലെ ക്രെഡിറ്റ് ബോസിനുള്ളതാണ് എന്ന് നിങ്ങൾ മറ്റുള്ളവരെ ധരിപ്പിക്കണം. ഇനി മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, നിങ്ങൾ നിങ്ങളുടെ സുപ്പീരിയറിൻ്റെ അല്ലെങ്കിൽ മേലധികാരികളുടെയൊക്കെ മുന്നിൽ വെച്ച് നിങ്ങളെപ്പറ്റി തന്നെ പുകഴ്ത്തി പറയാനൊന്നും പാടില്ല, അല്ലെങ്കിൽ പൊങ്ങച്ചം പറയാനോ മെനക്കെടരുത്. അങ്ങനെ ചെയ്താൽ മേലധികാരികളുടെ ശത്രുതയ്ക്ക് പാത്രീഭൂതരാവും നിങ്ങൾ എന്നുള്ള കാര്യം നിങ്ങളത് മനസ്സിലാക്കണം. മറിച്ച് മേലധികാരികളെ വലിയ തോതിൽ സപ്പോർട്ട് ചെയ്യാനും അവരുടെ ഒരു ഇമേജ് കൂട്ടാനുള്ള പ്രവൃത്തികളും വാക്കുകളൊക്കെ നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായാൽ അതിന് നിങ്ങൾക്ക് ഗുണകരമാകുകയും അതിൽ ഈ നിങ്ങളുടെ മേലധികാരികളുടെ അല്ലെങ്കിൽ ബോസുമാരുടെയൊക്കെ ഒരു പ്രീതി സമ്പാദിക്കാനും കഴിയും. മൊത്തത്തിൽ ചുരുക്കി പറഞ്ഞാൽ, നിങ്ങൾ
നിങ്ങളുടെ മേലധികാരികളെക്കാളോ അല്ലെങ്കിൽ ബോസുമാരേക്കാളോ ഗുരുക്കന്മാരെക്കാളോ ഒക്കെ ട്രെയിൻ ചെയ്യാൻ ശ്രമിച്ചാൽ നിങ്ങൾക്ക് അവരുടെ അപ്രീതി സമ്പാദിക്കേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അത് നിങ്ങളുടെ ജീവിത യാത്രയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ലക്ഷ്യത്തിലെത്താൻ തീർച്ചയായും അത് തടസ്സമായി തീരും. അത് നിങ്ങളുടെ പരാജയങ്ങൾക്ക് കാരണമായി തീരുകയും ചെയ്യും. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ എന്താണ് പി.വി. അൻവറിന് തെറ്റുപറ്റിയത് എന്നുള്ളത്. തൻ്റെ പിതൃതുല്യനായി ഗുരുതുല്യനായി കണ്ടിരുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനെ തള്ളിപ്പറയുക വഴി അപ്രീതി സമ്പാദിച്ചു. അന്നു മുതൽ അദ്ദേഹത്തിൻ്റെ ഗ്രാഫ് താഴേക്ക് പോയി. അദ്ദേഹം പറയുന്നത് എന്താണെന്ന് അദ്ദേഹത്തിന് പോലും നിശ്ചയമില്ലാത്ത സ്ഥിതിയിലെത്തി. അദ്ദേഹം ഇപ്പോൾ എന്താ പറയേണ്ടതെന്നറിയില്ല. രാഷ്ട്രീയത്തിൽ ഒരു എവിടെയും ഒരു ആശ്രയമില്ലാതെ പോലെ ഇങ്ങനെ അലഞ്ഞു തിരിയുന്ന ഒരാളായി മാറി. നാളെ എന്ത് സംഭവിക്കും രാഷ്ട്രീയത്തിലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അദ്ദേഹത്തിൻ്റെ മേഖലയെപ്പറ്റി പറഞ്ഞപ്പോൾ അങ്ങനെ പറഞ്ഞു എന്ന് മാത്രം. അതിപ്പോൾ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നതായാലും വേണ്ടില്ല, ഒരു പിന്നെ തൊഴിലിടത്തിലായാലും ശരി, മറ്റെവിടെയായാലും ഈ ഒരു നിയമം വലിയൊരു പാഠമാണ് നൽകുന്നത്. അതാണ് ഈ അമേരിക്കൻ എഴുത്തുകാരൻ 48 ലോസ് ഓഫ് പവർ എന്നുള്ളതിന് ആദ്യത്തെ നിയമമായി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. അത് ജീവിത സക്സസ്സിന് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. അപ്പം നമുക്കൊരു സമയം കിട്ടില്ലേ, ഞങ്ങൾക്ക് എന്നാണ് ഈ ഒരു ഏറ്റവും ടോപ്പിലെത്താൻ പറ്റുക എന്നുള്ളൊരു ചോദ്യം നിങ്ങൾ ഇതൊക്കെ കേൾക്കുമ്പോൾ ചോദിക്കാം. തീർച്ചയായും നിങ്ങൾക്ക് നിങ്ങളുടെ സമയം വരും. ബോസിന് എങ്ങനെയാണോ ആ സമയം കിട്ടിയത് അതുപോലെ ഒരു ദിവസം നിങ്ങളും ബോസായി മാറും. അതിനൊരു സമയം ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ആ പാതയിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു സമയമാണത്, അല്ലെങ്കിൽ ഈ ഒരു റൂട്ടാണ് അതിൻ്റെ യഥാർത്ഥ വഴി എന്നുള്ളതാണ് ഈ പുസ്തകം നമ്മളെ ആദ്യത്തെയും നിയമം വഴി പഠിപ്പിക്കുന്നത്. ഈ പാഠം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ, ഈ ലോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ, നിങ്ങൾക്കും ഇതിനെപ്പറ്റിയുള്ള അഭിപ്രായങ്ങൾ ഇതിൻ്റെ കമൻറ്റ് ബോക്സിലിടാം. നിങ്ങൾക്കും തോന്നുന്ന നിങ്ങളുടെ ഒപ്പീനിയൻസ് തീർച്ചയായും ഷെയർ ചെയ്യണം. അടുത്ത ഇതിൻ്റെ തന്നെ മറ്റൊരു നിയമവും സെക്കൻഡ് ലോ എന്താണ് പറയുന്നതെന്ന് മറ്റൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലെത്താം. വായിച്ച നല്ല പുസ്തകങ്ങളുടെ സമ്മറികളായിട്ട് നിങ്ങളുടെ മുന്നിലെത്താൻ ഇതിനു മുമ്പ് MTയുടെ 2 നോവലുകളുടെ സമ്മറി ഇതിനു മുമ്പിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിനോടൊപ്പം ചേർക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഈ ചാനൽ ഒരിക്കൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. നന്ദി.